അങ്ങനെ ജർമ്മനിയിലിരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പുതിയ രാജ്യത്തെത്തി. ഇതേതാ രാജ്യം എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. എന്റെ ഈ യൂറോപ്യൻ വെക്കേഷനിൽ ജർമ്മനി മാത്രമല്ലേ എത്താൻ പറ്റുള്ളൂ, വേറെ രാജ്യത്തേക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ള വിഷമം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഇവിടെ ഒരു അടിപൊളി ലൊക്കേഷൻ ഉണ്ട്, നീ അങ്ങോട്ട് പൊക്കോന്ന്. അവിടെ പോയാൽ നിനക്ക് ഒന്നല്ല 3 രാജ്യം കാണാൻ പറ്റുന്നു. ഇത് കേൾക്കേണ്ട താമസം ചെത്തുപയനായി ബാഗും പാക്ക് ചെയ്ത് ഞാൻ ഇറങ്ങിയിട്ടാ. അങ്ങനെ എത്തിപ്പെടേണ്ട ലൊക്കേഷൻ മാത്രം എനിക്കറിയാം, പക്ഷെ പോകേണ്ട റൂട്ടിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പോണ വഴിക്ക് നല്ല അടിപൊളി മഴയൊക്കെ കിട്ടി. അങ്ങനെ കുറെ ട്രെയിനും ബസ്സൊക്കെ പിടിച്ച് ഞാൻ ഒരു സ്റ്റോപ്പിലെത്തി. അവിടെ ഇറങ്ങി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ജർമ്മൻ അല്ലാന്ന്. അവിടെ മൊത്തം എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഭാഷ ഡച്ച് ആണ്. അതായത് ഞാൻ എത്തിപ്പെട്ട രാജ്യത്തിന്റെ പേരാണ് നെതർലാൻഡ്സ്. അങ്ങനെ ഞാൻ എന്റെ ലൊക്കേഷനിലേക്ക് പോണ വഴിക്ക് ഞാൻ എത്തിപ്പെട്ടത് നെതർലാൻഡ്സിലെ വാൽസ് എന്ന ഡച്ച് സിറ്റിയിലായിരുന്നു. ഞാൻ പോവണ ലൊക്കേഷന് നെതർലാൻഡ്സ് ആയിട്ട് ബന്ധമുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചത് ഞാൻ ആ ലൊക്കേഷനിലേക്ക് പോകുന്നത് ജർമ്മനി വഴി മാത്രമായിരിക്കുന്ന. ഞാൻ തീരെ പ്രതീക്ഷിക്കാതാണ് എന്റെ ഈ പ്ലാനിന്റെ ഉള്ളിലേക്ക് നെതർലാൻഡ്സ് തന്നെ കയറി വന്നത്. ഇതിന്റെ ഒറ്റ കാരണം എനിക്ക് ഇവിടുത്തെ റൂട്ടുകളൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടാവുക ഞാൻ ഏത് ലൊക്കേഷനിലേക്ക് പോകണമെന്നായിരിക്കും. അത് അവിടെ ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ ജർമ്മനി യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു.